BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസയർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. ഇപ്പോൾ ഇതാ തൊടുപുഴയിൽ 200 രൂപയുടെ മഹാമേള. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നിറവ് 2017. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പ പാറമട പ്രദേശം ആറന്മുള സമരസമിതി ചെയർമാൻ പി പ്രസാദ് സന്ദർശിച്ചു. ഫെബ്രുവരി 10 ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് അവലോകനം നടന്നു. നവംബർ 1 ആരംഭിച്ച 469 ദിവസം നീണ്ടു നിൽക്കുന്ന മാറിക സെന്റ് ആന്റണീസ് പുത്തൻപള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 12 സമാപിക്കുന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സെക്കൻഡറി സ്കൂൾ റിട്ടയേഴ്സ് ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 1ാമത് വാർഷിക പൊതുയോഗം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. കയ്പ പാറമട പ്രദേശം ആറന്മുള സമരസമിതി ചെയർമാൻ പി പ്രസാദ് സന്ദർശിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജാ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം TC ഗോപാലകൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, താലൂക്ക് സെക്രട്ടറി PP ജോയ്, KV സണ്ണി, സുനിൽ സെബാസ്റ്റ്യൻ, PD ജോസ് പന്തലാങ്കൽ, PM തോമസ് പുളിക്കൽ, അഗസ്റ്റിൻ മുണ്ടക്കൽ, ബീന ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. കയ്പ പാറമടക്കെതിരെയുള്ള ജനകീയ സമരം 339 ദിവസം പിന്നിട്ടു. കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ സമാനമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. 2 പാറമടകൾ പൂട്ടിച്ച ഒരു അനുഭവമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആറന്മുളയിലെ സമരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചെമ്പൻമുടി അടക്കം ഏറ്റവും പ്രമുഖമായ 2 പാറമടകൾ സമരം ചെയ്ത് പൂട്ടിയതാണ്. കോടതി ഉത്തരവുകളുണ്ടായിരുന്നു, അറസ്റ്റ് വരിക്കണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അറസ്റ്റ് വരിക്കാനും ജയിലിൽ പോകാനും ഒക്കെ തയ്യാറായി നിരവധി ആളുകൾ അവിടെ ജയിലിനകത്തേക്ക് പോയി. മജിസ്ട്രേറ്റ് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾക്ക് ജയിലിനകത്ത് പോകുന്നതിനോടൊപ്പം ഞങ്ങൾ ജാമ്യം എടുക്കുന്നില്ല, കോടതി ഞങ്ങൾ ജയിലിൽ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. കുറച്ചുപേർ ജയിലിനകത്തേക്ക് പോകുമ്പോഴേക്കും സമരം ഇല്ലാണ്ടാകും എന്നും, ഇന്നേ വരെ ജയിലൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരെല്ലാം കുറച്ച് ജയിലിനകത്തേക്ക് പോകുമ്പോൾ ഈ പ്രശ്നമെല്ലാം അവസാനിക്കും എന്നും ജനങ്ങൾ തന്നെ തിരിയുമെന്നുമായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ചെമ്പൻമുടിയിൽ, റാന്നിയിലെ ചെമ്പൻമുടിയിൽ നടന്ന സമരത്തിനകത്ത് സമരം ശക്തിപ്പെടുകയല്ലാതെ സമരത്തിൻ്റെ കാറ്റഴിച്ചു വിടാൻ പണത്തിൻ്റെ ബലം കൊണ്ട് അവർക്ക് കഴിഞ്ഞതേ ഇല്ല എന്നുള്ള അനുഭവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ തയ്യാറായെന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നമായി കണ്ടത് അവർക്ക് അവരുടെ ജീവിതത്തെയായിരുന്നു. ഇവിടെ ഈ പ്രദേശത്തിൻ്റെ കാലാവസ്ഥ, ഇവിടെ മഴയെ പോലും നിയന്ത്രിക്കുന്നത് ഇത്തരം മലകളാണ്. നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാൻ ഏറ്റവും വലിയ ഗൗരവ പങ്കുവഹിക്കുന്നത് ഈ മലകളാണ്. ഈ മലകളൊന്നുമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത്രയും മഴ പോലും
ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായി എല്ലാവരും പഠിച്ചു വെച്ചാൽ ഇതിനെ ആർക്കെങ്കിലും നിഷേധിക്കാൻ ഒക്കുമോ? ഈ മല വെള്ളം സംഭരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഈ മല ഇവിടുത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഇവിടുത്തെ കൃഷിയല്ല എങ്ങനെ എന്നതെല്ലാം, ഈ മല ഇല്ലാണ്ടായാൽ ഇവിടുത്തെ കൃഷി ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കും? മലങ്കര ജലാശയത്തിന്റെ ഇരുഭാഗങ്ങളിലേക്കുമുള്ള കനാലിലൂടെ വെള്ളം ഒഴുകിത്തുടങ്ങി. അതികഠിനമായ വേനലിൽ കനാലിലൂടെ വെള്ളം വന്നു തുടങ്ങിയത് സമീപവാസികൾക്കും കർഷകർക്കും ആശ്വാസമായി. നവംബർ 1 തീയതി ആരംഭിച്ച 469 ദിവസം നീണ്ടു നിൽക്കുന്ന മാറുക സെന്റ് ആന്റണീസ് പുത്തൻപള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 12 സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 12 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ശതാബ്ദി സമ്മേളനം വൈദ്യുത മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. ഇടവക വികാരി ഫാദർ വിൻസെന്റ് കുരുട്ടുപറമ്പിൽ അധ്യക്ഷത വഹിക്കും. കോട്ടയം അതിരൂപത മെത്രാൻ മാർ മാത്യു മൂലക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ശതാബ്ദി ജീവകാരുണ്യ നിധിയുടെ ഉദ്ഘാടനവും പൂർത്തീകരിച്ച ഭവനത്തിന്റെ താക്കോൽ ദാനവും PJ ജോസഫ് MLA നിർവഹിക്കും. ഇടവക ഡയറക്ടറിയുടെ പ്രകാശനം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP നിർവഹിക്കും. തുടർന്ന് 100 വനിതകളുടെ മാർഗംകളി, ഗോപിനാഥ് മുതുകാട് നയിക്കുന്ന മാജിക് ഷോ എന്നിവ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ വിൻസെന്റ് കുരുട്ടുപറമ്പിൽ, ജനറൽ കൺവീനർ തമ്പി എരുമേലിക്കര, പബ്ലിസിറ്റി കൺവീനർ പയസ് കുര്യാക്കോസ്, കൈക്കാരൻ കുര്യാക്കോസ് തേക്കങ്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. എല്ലാ വ്യക്തികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള വിവിധ പരിപാടികളാണ് ക്രമീകരിച്ചിരുന്നത്. ഇറ്റലിയിലെ പതുവായിൽ നിന്ന് പ്രത്യേകമായ അനുവാദത്തോടെ കൊണ്ടുവന്ന തിരുശേഷിപ്പ് 1-ാം തീയതി കോതമംഗലം രൂപതയുടെ പിതാവ് ജോർജ് മർത്തകത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിനെ തുടർന്ന് വിവിധ ദിവസങ്ങളിലായി യുവജന ദിനം, പൂർവിക സ്മരണ, പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം, ഇടവക ദിനം, പുത്രി സംഗമം, മുൻ കൈക്കാരന്മാരായവരെ ആദരിക്കല്, ദമ്പതി സംഗമം, ഗ്രാൻഡ് പേരൻസ് ഡേ തുടങ്ങിയ പരിപാടികൾ ഇതിലൂടെ നടത്തിക്കഴിഞ്ഞു. ഇനിയും ഈ ദിവസങ്ങളിൽ സംഘടനാ ദിനവും സമർപ്പിത സംഘവും പ്രവാസി സംഗമവും പ്രതിഭകളെ ആദരിക്കലും കലാസന്ധ്യയും പ്രദക്ഷിണവും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. സമാപന സമ്മേളനം ഫെബ്രുവരി മാസം 12-ാം തീയതി ഞായറാഴ്ച 5:30 കോട്ടയം അതിരൂപതയുടെ അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. കേരള വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ MM മണി ഉദ്ഘാടനം ചെയ്യും. തടിയമ്പാട് പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് കരിമ്പനിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധം. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടും ഒരു വിഭാഗം തടസ്സമുന്നയിക്കുന്നതോടെ കരിമ്പൻ മേഖലയിൽ സംഘർഷ സാധ്യതയും ഉയരുകയാണ്. സംസ്ഥാന ദേശീയ പാതകളിൽ നിന്നും നിശ്ചിത ദൂരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മദ്യശാലകൾ മാറ്റണമെന്ന കോടതി ഉത്തരവിനെ തുടർന്നാണ് തടിയമ്പാട് പ്രവർത്തിച്ചിരുന്ന മദ്യശാല മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായത്. ഇതിനായി കരിമ്പൻ മുരിക്കാശ്ശേരി റോഡിൽ കരിമ്പൻ പാലത്തിന് സമീപത്തു നിന്നും ഉള്ളിലേക്ക് മാറി വനപ്രദേശത്തോട് ചേർന്ന് ഒരു കെട്ടിടം കണ്ടെത്തിയിരുന്നു. ജനവാസം കുറഞ്ഞതും ഗതാഗത തിരക്കില്ലാത്തതുമായ പ്രദേശമാണിത്. എന്നാൽ മദ്യം സാമൂഹ്യ വിപത്താണെന്ന് ഉന്നയിച്ച് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് അമ്പഴത്തിന്റെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ സമിതി രംഗത്തെത്തി. നവംബർ മാസത്തിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഹൈവേ സൈഡുകളിൽ നിന്നും അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് കരിമ്പനിൽ സ്ഥാപിക്കുന്നു എന്ന വിവരം അറിഞ്ഞുകൊണ്ട് നാട്ടുകാരിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ജനങ്ങൾ ഒരുമിച്ച് കൂടി ഇവിടെ ആ പ്രസ്ഥാനം വേണ്ട എന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്ന നിലയ്ക്ക് മദ്യോൽപ്പന്നശാല ഈ നാടിന് ആപൽക്കരമാണ് തിരിച്ചറിയുന്ന സ്ഥിതിക്ക് എല്ലാ തരത്തിലുമുള്ള ചെറുത്തുനിൽപ്പ് ജനങ്ങൾ കൂട്ടായിട്ട് ഇവിടെ വെച്ച് നടത്തും. യാതൊരു കാരണവശാലും ഇവിടെ ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് തുറക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മദ്യശാല വന്നാൽ അത് പ്രദേശത്തിന്റെ വികസനത്തിന് വഴിവെക്കുമെന്നാണ് നിർദ്ദിഷ്ട സ്ഥലത്തിന്റെ അയൽവക്കത്ത് താമസിക്കുന്നവരും തൊഴിലാളികളും വ്യാപാരികളും പറയുന്നത്. ബിവറേജ് കോർപ്പറേഷൻ അവിടെ ഒരു ഒതുങ്ങിയ മൂലയിൽ വരുന്നതിനോട് ഞങ്ങൾക്ക് 100% അഭിപ്രായം. അവിടെ 5 ഏക്കർ സ്ഥലം വെറുതെ തരിശായി കിടക്കുന്ന ആൾ താമസമില്ല. അവിടെ ഒരു 300 മീറ്റർ ഇപ്പുറം മാറി 4 കുടുംബമേ ഉള്ളൂ. അത് പഞ്ചായത്തിൻ്റെ റോഡാണ്. അത് അവിടെ വന്ന് കിട്ടുന്നതിനോട് ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 100% എന്നോട് അഭിപ്രായം.
ഞങ്ങളുടെ ഒരു അരിപ്രശ്നം അവിടെ പണിയില്ലാത്തൊരു സാഹചര്യങ്ങളുണ്ട്. വന്ന് കിട്ടിയാൽ അത് നല്ലതാണ്. ആ കെട്ടിടോടമായ സ്ഥലം കൊടുത്തതും നല്ലൊരു കാര്യമാണ്. അതിനപ്പുറം ഫോറസ്റ്റ് വനമാണ്, താഴെ പെരിയാറാണ്. അവിടെ കിടക്കുന്ന 3-4 പ്ലോട്ട് സ്ഥലം ആൾ താമസമില്ലാത്ത, അതിൻ്റെ ഒരു കിലോമീറ്ററോളം ഇപ്പുറം കവലയ്ക്ക് ഇപ്പുറം ജനവാസമുള്ളൂ. 3-4 കുടുംബക്കാരേ ഉള്ളൂ. ഇന്ന് അവിടെ നിന്നിടത്തോളം ആളുകൾ വെറുതെ ഈ ഹൈറേഞ്ച് സമിതി വിളിച്ചു കൂട്ടിയ ആളുകളാണ്. അവിടുത്തുകാരായ അവിടെ 4 കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. ആളുകളെയാണ് തീർച്ചയായിട്ടും മറ്റു പ്രദേശങ്ങളിൽ നടക്കുന്ന സമരത്തിൽ നിന്നും വ്യത്യസ്തമായ വലിയൊരു വിഭാഗം ജനങ്ങളാണ് ഇവിടെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൊഴിൽ മേഖലകളിൽ പ്രതിസന്ധി നേരിടുമ്പോൾ ഈ മേഖലയ്ക്ക് ഉണർവേകുന്ന സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ശ്രമം അപലപനീയമാണെന്ന് നാട്ടുകാർ പറയുന്നു. ആലക്കോട് കുടിവെള്ള പദ്ധതി അനുസരിച്ച് ജലവിതരണം കാര്യക്ഷമമാക്കണമെന്ന് CPI തട്ടക്കുഴ ബ്രാഞ്ച് യോഗം ആവശ്യപ്പെട്ടു. ആലക്കോട്, ഉടുമ്പന്നൂർ, കരുമണ്ണൂർ, കോടിക്കുളം പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണത്തിനാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. പദ്ധതി കമ്മീഷൻ ചെയ്തിട്ട് 1 വർഷം പിന്നിട്ടു. 6000-ഉം 7000-ഉം രൂപ പിരിച്ചാണ് വീടുകൾക്ക് കണക്ഷൻ നൽകിയത്. എന്നാൽ ഇതനുസരിച്ച് ജലവിതരണം നൽകുന്നില്ലെന്ന് ബ്രാഞ്ച് സെക്രട്ടറി ജിനേഷ് രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. തൊടുപുഴയെ ഹരിത നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ റോട്ടറി ജംഗ്ഷൻ വരെയുള്ള റോഡിലെ മതിലുകളും ബസ് സ്റ്റോപ്പുകളിലും ചുവർ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ അങ്കണവാടികളും മുനിസിപ്പൽ മൈതാനം, ടൗൺ ഹാൾ തുടങ്ങിയ ടൗണിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ഈ രീതിയിൽ മോഡ് പിടിപ്പിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ പറഞ്ഞു. തൊടുപുഴ നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഹരിത കേരളം പദ്ധതിപ്പെടുത്തിക്കൊണ്ട് തൊടുപുഴ നഗരസഭയുടെ മുനിസിപ്പൽ സ്റ്റാൻഡ് മുതൽ റോട്ടറി ക്ലബ്ബ് വരെയുള്ള ഭാഗം ഹരിതാകരമാക്കണമെന്നുള്ള കഴിഞ്ഞ കൗൺസിൽ തീരുമാനമെടുത്തു. അതിൻ്റെ മുന്നോടിയായി തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ട് മുതൽ നമ്മൾ തുടക്കം ആരംഭിച്ചു. നമ്മുടെ മുനിസിപ്പൽ മൈതാനം, മുനിസിപ്പൽ ടൗൺ ഹാൾ, നഗരസഭയിലെ എല്ലാ അംഗൻവാടികളും ആകണ രീതിയിൽ നഗരസഭ സൗന്ദര്യവൽക്കരിക്കുകയാണ്. ഇത് ഒരു ബോധവൽക്കരണമാണ്. ഹരിത കേരളത്തിൻ്റെ പദ്ധതിയിൽപ്പെടുത്ത ഒരു ബോധവൽക്കരണമാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ നല്ല വൃത്തി കണ്ടുകൊണ്ട് ഒരു മാലിന്യം വലിച്ചെറിയാനുള്ള പ്രവണത ഇല്ലാതെയാക്കുക, ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും മാലിന്യം നമ്മുടെ സൗന്ദര്യം കണ്ടിട്ട് നഗരസഭയുടെ ഇത് കണ്ടിട്ട് നല്ലൊരു വൃത്തിയും വെടുപ്പും കണ്ടിട്ട് മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രവണത ഇല്ലാതാക്കുന്നതിനും പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചുകൊണ്ടും ഫ്ലെക്സുകൾ നിരോധിച്ചുകൊണ്ടും നമ്മളൊരു തീരുമാനം എടുത്തു പോകുന്നുണ്ട്. അതിനോട് മുന്നോടിയായിട്ട് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ടെൻഡർ സേവിങ്ങുകളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതിലുപയോഗിച്ചുകൊണ്ട് നഗരസഭ ഒരു റോഡ് മെയിനായിട്ട് എടുത്തുകൊണ്ട് നടത്തുകയാണ്. എല്ലാവരും സഹകരിച്ച എന്നിയെല്ലാം പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ എല്ലാ വൈകുന്നേര കച്ചവടക്കാരെയും നമ്പർ ഇട്ട് കൊടുത്ത് തീരുമാനമുണ്ട്. അതിൻ്റെ സർവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കടക്കാരെയും എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നഗരസഭ മുന്നോട്ട് കൊണ്ടുവരാനാണ് തീരുമാനം. വിവിധ ബാങ്കുകളിൽ നിന്നും വിരമിച്ചവരുടെ യോഗം 9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തൊടുപുഴ ABEF ഭവനിൽ ചേരും. ജില്ലയിലെ മുഴുവൻ ബാങ്ക് റിട്ടയറീസും പങ്കെടുക്കണമെന്ന് സെക്രട്ടറി സെൽവിൻ ജോൺ അറിയിച്ചു. സെക്കൻഡറി സ്കൂൾ റിട്ടയേഴ്സ് ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ 1ാമത് വാർഷിക പൊതുയോഗം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടന ഉണ്ടായത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അത് മുൻകൈയെടുത്ത ഉൾപ്പെടെ അഭിനന്ദിക്കുകയാണ്. വിശ്രമ ജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട്. അപ്പോൾ ഒന്നിച്ചു കൂടാനുള്ള അവസരം ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കിടാൻ കഴിയും. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഒരു സമൂഹത്തിൽ ഏറ്റവും അംഗീകാരം നേടിയിട്ടുള്ളവരാണ്. ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് എത്രയോ ശിഷ്യസമ്പത്താണ് നിങ്ങൾക്കുള്ളത്. സമൂഹത്തിലുള്ള അംഗീകാരം ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ടി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബേബി ജോസഫ് റിപ്പോർട്ടും അഗസ്റ്റിൻ M സെബാസ്റ്റ്യൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ PJ ജോസഫ് MLA പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഫെബ്രുവരി 10 ദേശീയ വിരമിമുക്ത
ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ള മുഴുവൻ കുട്ടികൾക്കും വിരബാധയ്ക്കെതിരെയുള്ള ആൽബൻഡസോൾ ഗുളികകൾ നൽകുക എന്നതാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ 665 സ്കൂളുകളിലും 1518 അങ്കണവാടികളിലും വിരബാധയ്ക്കെതിരെയുള്ള ഗുളിക നൽകുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ DRCH ഓഫീസർ സിതാര മാത്യു, R അനിൽകുമാർ, ഗീതാകുമാരി, കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. ഫസ്റ്റ് റൗണ്ട് നമുക്ക് ഓഗസ്റ്റ് 10 ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ 2 റൗണ്ട് ആൽബൻഡസോൾ ടാബ്ലറ്റ് കൊടുക്കാൻ കാരണം നമുക്ക് ഒരു സോയിൽ ട്രാൻസ്മിറ്റഡ് ഹെൽമെറ്റിക് ഇൻഫെക്ഷൻ, അതായത് നമുക്ക് മണ്ണിൽ കൂടെ പകരുന്ന വിരബാധയുടെ ഒരു അളവ് എന്ന് പറഞ്ഞ പല സ്റ്റഡീസ് വെച്ചിട്ട് അതൊരു 47.4% വരെയാണ് ഉള്ളത്. അറിയാതെ പോകുന്നതാണ് നമ്മൾ പലപ്പോഴും. അപ്പോൾ ഇതിനെ ഒരു പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗുളിക എല്ലാ കുട്ടികൾക്കും 1 മുതൽ 19 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിരബാധ കൂടുന്തോറും പിള്ളേർക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ അനീമിയ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു സ്കൂളിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റും കുറച്ചൊരു ഡിലേഡ് ആയിട്ട് പോകുന്ന പോലെയുണ്ട് ആണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്ഥലങ്ങൾ അംഗൻവാടി, പ്ലേ സ്കൂള്, പിന്നെ നമ്മുടെ ഡേ കെയർ സെന്റേഴ്സ്, പിന്നെ എല്ലാ സ്കൂളുകളും അപ് ടു നമ്മുടെ +2 വരെയുള്ള എല്ലാ സ്കൂളുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് ബോത്ത് പ്രൈവറ്റും ഗവൺമെന്റ് എല്ലാ സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 2,35,782 കുട്ടികൾക്ക് നമ്മൾ ഇടുക്കി ജില്ലയിൽ കൊടുക്കുന്നത്. ഫെബ്രുവരി 10 ഏതെങ്കിലും കാരണവശാലും കൊടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മളതൊരു ഫെബ്രുവരി 15 മോപ്പ് അപ്പ് ഡേ എന്ന് പറഞ്ഞ ഒന്നുകൂടി നടത്തുന്നുണ്ട്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് അവലോകനം നടന്നു. വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രൊഫസർ ഫ്രാൻസിസ് ചെറുനിലം അവലോകന ക്ലാസ് നയിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് KP ബെന്നി, കോർഡിനേറ്റർമാരായ അനിത തോമസ്, ബീന ദീപ്തി ലൂയിസ് എന്നിവർ നേതൃത്വം നൽകി. Let me start with an apologetic note that I am not an expert to speak on the budget. To be frank, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് I don't pay much attention to the budget. After all, what is it happening? എല്ലാ വർഷവും കുറേ ഫിഗേഴ്സുകൊണ്ടുള്ള കളി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റിയും മറിച്ചും കുറച്ച് കൂട്ടിയും കുറച്ചുള്ള ഇറ്റ്സ് എ ഗാംബിൾ ലൈക്ക് ദാറ്റ്. പിന്നെ if you and soon after the budget you hear over the radio or television or you read in the newspapers the comments of the experts, and I don't think there is much credibility that you can attribute to the comments of the experts. But കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല, TV-യുടെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ കേരളത്തെ പരിപൂർണമായിട്ടും തഴഞ്ഞിരിക്കുന്നു, കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണെന്നൊരു വിചാരം പോലും സെൻട്രൽ ഗവൺമെൻറ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു BJP നേതാവ് പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ കാണരുത്, കേരളം ഇന്ത്യയുടെ ഭാഗമായിട്ട് കാണണം, പക്ഷെ മറ്റു ഭാഗത്ത് സംഭവിക്കുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമായിട്ട് നമുക്കും കിട്ടണം. കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ള ആ തത്വം നമ്മൾ അംഗീകരിക്കണം. അല്ലെങ്കിൽ കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പരാതിപ്പെടേണ്ട. അങ്ങനെയാണ് ഒരു ഭരണകക്ഷികളുടെ പ്രതികരണം. ടീച്ചേഴ്സിനെ പോലെയുള്ള സാലറീഡ് എംപ്ലോയീസ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കുന്നത് ഇൻകം ടാക്സ് റേറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പരിധി ഉയർത്തിയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ക്ലാസ്സിലാണ് ബജറ്റിൻ്റെ സമയത്ത് ബജറ്റ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ചോദിക്കുന്ന ഇതാണ് പ്രൊഫസറോട്, ഇൻകം ടാക്സ് റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ. സോ അത് ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ നേതാവിനോട് ചോദിക്കുകയാണ് ബജറ്റിനെ കൂടെ അഭിപ്രായം ചോദിച്ചാൽ ഇൻവേരിയബിളി ബജറ്റിൻ്റെ സ്വഭാവം എന്താകട്ടെ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇതായിരിക്കും, തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരവും ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടില്ല. മുട്ടം ഗ്രാമപഞ്ചായത്തിലെ 2016-17 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതിയും മുൻ വർഷങ്ങളിലെ കുടിശ്ശികയും പിഴപ്പലിശ ഒഴിവാക്കി 31 വരെ പഞ്ചായത്ത് ഓഫീസിൽ അടയ്ക്കാവുന്നതാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നടപ്പു വർഷത്തെ നികുതിയും കുടിശ്ശികയുള്ള നികുതിയും അടച്ച് നിയമ നടപടികളിൽ നിന്നും ഒഴിവാകണമെന്നും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്നും സെക്രട്ടറി അഭ്യർത്ഥിച്ചു. കേരള വെള്ളാള സമുദായ അംഗവും മുൻ ധനകാര്യമന്ത്രിയും MP-യും 35 വർഷം MLA-യുമായിരുന്ന PS നടരാജ പിള്ളയെ ഏതോ പിള്ള എന്ന് ആക്ഷേപിച്ച കേരള മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ വെള്ളാള സമുദായ അംഗങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള വെള്ളാള മഹാസഭ തെക്കുമുറി കാഞ്ഞിരമറ്റം ഉപസഭ മാസയോഗം ആവശ്യപ്പെട്ടു. വാഴത്തോപ്പ് താന്നിക്കണ്ട മേഖലയിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി.
കഴിഞ്ഞ രാത്രിയിൽ അഴിഞ്ഞാടിയ അക്രമികൾ പ്രദേശവാസിയുടെ വളച്ചാക്കുകൾക്ക് തീയിട്ടു. താന്നിക്കണ്ടം തലത്തിൽ ബിജുവിന്റെ വളച്ചാക്കുകൾക്കാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത്. കന്നാര കൃഷിക്കായി തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കോഴിവളമാണ് കത്തിക്കുവാൻ ശ്രമം നടത്തിയത്. റോഡ് സൈഡിൽ ചാക്കിൽ നിറച്ച് പഴുത കൊണ്ട് മൂടിയ നിലയിലായിരുന്നു വളം സൂക്ഷിച്ചിരുന്നത്. രാത്രിയിൽ തീ പടരുന്ന കണ്ട് വീട്ടുകാരെത്തി തീ അണയ്ക്കുകയായിരുന്നു. അടുത്ത കാലങ്ങളിലായി ഈ മേഖലയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം കൂടുന്നുണ്ടെന്നും പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ നാമക്കല്ലിൽ നിന്ന് കൊണ്ടുവന്ന വെച്ചാൽ കോഴിവളമാണ്. ആ കോഴിവളം ഇവിടെ വെച്ച് മഴ പെയ്യാത്തവർ ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ അത് ഈ കഴിഞ്ഞ രാത്രിയിൽ ആരോ സാമൂഹ്യ വിരുദ്ധർ ഇതൊന്ന് കത്തിച്ച് ഇത് മൊത്തം ഈ നാടിനും ഇവിടെ അഗ്നിക്കരയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. പോലീസ് ഇതിന് വേണ്ടിയിട്ട് ഒരു പെട്രോളിംഗ് ശക്തിപ്പെടുത്തുകയോ ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നല്ലതായിരിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മണക്കാട് പഞ്ചായത്തിലെ BPL വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കുള്ള കോഴി വിതരണം പദ്ധതിയിലെ മുൻഗണനാ ലിസ്റ്റിലുള്ളവർ ഗുണഭോക്തൃ വിഹിതമായ 200 രൂപ ഫെബ്രുവരി 15-നകം അടയ്ക്കണം. BPL രേഖയും ഇതോടൊപ്പം ഹാജരാക്കണം. BPL വിഭാഗത്തിൽപ്പെടാത്തവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളൂ എന്ന് തെളിയിക്കുന്നതിനുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമേഷന്റെയും വിമൻസ് സെല്ലിന്റെയും സഹകരണത്തോടെ ശബ്ദം ടീമുമായി ചേർന്ന് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച 1:30 മുതൽ സെന്റ് ജോസഫ് അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സൗമ്യയ്ക്കും നിർഭയയ്ക്കും ജിഷിക്കുമൊക്കെ സംഭവിച്ചത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്ന സംഘം തൊടുപുഴയിലെത്തി. മലങ്കരയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ എത്തിയവർ നിരാശയോടെയാണ് മടങ്ങിയത്. ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഒരു പാർക്ക് പോലും സ്ഥാപിക്കാത്തത് എന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത്. എൻഫീൽഡിന്റെ india.com ടീം അംഗങ്ങളാണ് ഇതുവഴി കടന്നുപോയത്. From the north of England, we land in Cochin, and then from Cochin we go down to Coomeracum to the backwaters. Then from the backwaters we go to Munnar, and then from Munnar we're going up to Metapalium, Coonoor, Ooty. Then from Ooty we go off to Mysore. Then we're in Karnataka. Then from Mysore we come back under Lapet and then down into Calicut. Then from Calicut we come down and go to Cherai Beach. And then we finish at Cherai Beach. The trip is 12 days holiday with 8 days riding. We have a day off in Ernakulam and we have a day off in Mysore and half a day off in Ooty. മലയാളപ്പഴനി ഒളമറ്റം ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കലശാഭിഷേകവും തൈപ്പൂയ മഹോത്സവവും ആരംഭിച്ചു. തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ മനയത്താറ്റുമന ചന്ദ്രശേഖരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാവടി താലപ്പൊലി ഘോഷയാത്ര വ്യാഴാഴ്ച രാവിലെ 8 മുതൽ ആരംഭിക്കും. മലയാള പഴനി ഒളമറ്റം ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം 2017 ഫെബ്രുവരി 8, 9, 10 തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ്. മലയാള പഴനി ഒളമറ്റം ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് ഇവിടെ ആദിവാസികളാണ് പൂജ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ പണ്ട് ഒരു മൂപ്പനാര് ഇവിടെ രോഗശീയിൽ കിടന്നുവെന്നും ഇവിടെ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഭാര്യ വീട്ടിൽ നിന്നും കുറച്ച് ഉപ്പും കുരുമുളകും തലയ്ക്കൊഴിഞ്ഞ് എടുത്തു വെച്ചുവെന്നും അങ്ങനെ രോഗശമനമുണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി ഉപ്പും കുരുമുളകും തലയ്ക്കൊഴിഞ്ഞ് ഇവിടെ വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. കൂടാതെ വെള്ളി രൂപങ്ങൾ, കാല്, കയ്യ്, ആൾ രൂപം മുതലായ വെള്ളി രൂപങ്ങൾ, എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് കൈക്ക് കാലുകൾക്കൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ വളരെ ശുഭപ്രദമാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കൂടാതെ ഇവിടെ ഷഷ്ടി വ്രതം നോക്കുമ്പോൾ വിവാഹം നടക്കാത്തവർക്ക് നടക്കുകയും രോഗശാന്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ എല്ലാ മാസവും ഷഷ്ടി വ്രതാനുഷ്ഠാനം ഈ ക്ഷേത്രത്തിൽ വന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ
ഈ ഉറവപ്പാറ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി ഭീമപാത തീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു കുളമുണ്ട്. പണ്ട് ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ഭീമൻ വെള്ളം കിട്ടാതെ വന്ന് ആഞ്ഞു ചവിട്ടിയതാണെന്നും അന്നേരം ഒരു കുളമായി അവിടെ രൂപാന്തരപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ആ ഭീമപാത തീർത്ഥത്തിൽ വറ്റാത്ത വെള്ളം നിലനിൽക്കുന്നുണ്ട്. അന്ന് ഭീമനൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു മൂന്നുകല്ലായിട്ട് അവിടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. മൂന്നുകല്ല് അടുപ്പ് കൂട്ടി അതിന് മുകളിൽ നിന്ന് പാചകം ചെയ്തു മുകളിൽ വെച്ച് പാചകം ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പുറയിലായിട്ട് കാണാവുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബാലാവകാശ ബോധവൽക്കരണ സെമിനാർ നടത്തി. DLSA സെക്രട്ടറി TP പ്രഭാഷ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് RTO ജോളി ജോർജ്, DCPU ലീഗൽ പ്രൊബേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് അനീഷ്, PBOA പ്രസിഡന്റ് KK തോമസ്, MVI CK അബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ലീഗൽ സർവീസസ് അതോറിറ്റി നിയമമാണ്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കമ്മിറ്റി സുപ്രീം കോടതി കീഴിലുള്ളതാണ്. അതിന്റെ പേര് നാൽസ എന്നാണ്, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. നമ്മുടെ കേരളത്തിലെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കെൽസ എന്ന് കേരളത്തിലെ 2 ചാനലിൽ ഈ കെൽസയുടെ പരിപാടിയുണ്ട്. ഒന്ന് അമൃത TVയിലെ കഥയില്ലത് ജീവിതം, പിന്നെ കൈരളി ചാനലിൽ ജീവിതം സാക്ഷി. കെൽസയുടെ കീഴിലെ എല്ലാ ജില്ലയിലും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കമ്മിറ്റിയാണ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ജില്ലാ ജഡ്ജിയാണ്. അപ്പൊ ഇവിടുത്തെ ചെയർമാൻ തൊടുപുഴയിലെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി എന്ന് പറയുന്ന ശ്രീ അനിൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇവിടുത്തെ ചെയർമാൻ. അതിന്റെ താഴെ ഓരോ താലൂക്കിലും കമ്മിറ്റിയുണ്ട്. താലൂക്ക് ലീഗൽ സർവീസസ് സൊസൈറ്റി അവിടെ കമ്മിറ്റിയാണ്. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി എല്ലാ താലൂക്കിലും. ആ താലൂക്കിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആ താലൂക്കിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്. ഈ 14 ജില്ലകളിലും സെക്രട്ടറി ആയിട്ട് വരുന്നത് സബ് ജഡ്ജിമാരാണ്. എന്നെ പോലുള്ള സബ് ജഡ്ജിമാർ ഫുൾ ടൈം സെക്രട്ടറി. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഞങ്ങളുടെ പണിയെന്ന് പറയുന്നത് ഈ ജില്ലയിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. 2014-15 വർഷത്തിൽ വിരമിച്ച അധ്യാപകരുടെ ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും അലംഭാവം കാണിക്കുകയാണെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ബന്ധപ്പെട്ട ഓഫീസുകളിൽ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ച് AGയിലേക്ക് അയക്കുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഇക്കാര്യത്തിലുള്ള കാലവിളംബരത്തിൽ പ്രതിഷേധിച്ച് KSSPA ആഭിമുഖ്യത്തിൽ 10-ന് രാവിലെ 11 മണിക്ക് ഇടുക്കി DDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തുവാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് C മൊയ്തീൻ ഹാജി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതനായ റവറൻ ഡോക്ടർ ആൽബർട്ട് നമ്പ്യാപറമ്പിലിന്റെ സംസ്കാരം വാഴക്കുളം ആശ്രമ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ബിഷപ്പുമാർ, വൈദികർ, സന്യാസിനികൾ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയ ജീവിതത്തിന്റെ വിവിധ തറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് റവറൻ ഡോക്ടർ ആൽബർട്ട് നമ്പ്യാപറമ്പിലിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി.
സഭയിലെ എല്ലാവരോടും അതോടൊപ്പം തന്നെ ആൽബർട്ടച്ചൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ ഉള്ളതായ എൻ്റെ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. ആലക്കോട് കുറിച്ചി പാടശേഖരത്ത് രക്തശാലി നെൽകൃഷി വിജയത്തിലേക്ക്. രക്തശാലി നെല്ലിനത്തിന്റെ കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സനിജ സുബൈർ ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് KC ഫ്രാൻസിസ്, സെക്രട്ടറി ജോയി കല്ലടിക്കൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സജിമോൻ, തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് ടോം ചെറിയാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ അപൂർവമായിട്ടൊരു വിത്തിനാണത്. അപ്പോൾ മറ്റുള്ള പഴയ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യാട്ട്, ഉമ്മ, ജയ, ഭാരത് അങ്ങനെ പലതരം വിത്തുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ അന്യം നിന്ന് പോകുന്ന കൃഷി നശിക്കാതിരിക്കാനും അതുപോലെ ഞങ്ങൾ 4 യുവജനങ്ങൾ കൂട്ടിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ യുവജനങ്ങൾക്കൊരു പ്രോത്സാഹനവും ഇപ്പോൾ ഒത്തിരി പാർട്ടി സംഘടനകളുണ്ട്, യൂത്തിൻ്റെ പിള്ളേരുണ്ട്. അപ്പോൾ വെറുതെ നടക്കുന്ന പിള്ളേർ നമ്മുടെ കാർഷിക മേഖല താരാണ്ടിരിക്കാനും അവർക്ക് എഡ്യൂക്കേറ്റഡ് പിള്ളേരുടെയും ഒരു കൃഷിയിലേക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാണ്. ഇതിനൊരു 20 അല്ല മറ്റേ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ 40 കാനി വരെ പൊട്ടൂല സാർ. 40 കാനി വരെ നമ്മുടെ ഈ വിതക്കല്ല ഒറ്റഞ്ഞാൽ കൃഷി നമ്മൾ നടിയിൽ അത് ചെയ്താൽ 40 കാനി വരെ പൊട്ടും. വീഴ്ചയും കുറവായിരിക്കും. കലയന്താനി സ്വദേശികളായ ബിനോയ് ചെമ്പരത്തി, ഷിജു ഈട്ടിക്കൽ, ജോമോൻ നിറമനാനിക്കൽ, ജെയിംസ് തുരുത്തേൽ എന്നിവർ ചേർന്നാണ് രക്തശാലി നെൽകൃഷി നടത്തിയത്. നല്ല വിളവ് ലഭിച്ചതായി ഇവർ പറഞ്ഞു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അച്ചൻകവലയ്ക്ക് സമീപം മീൻ കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ആർക്കും പരിക്കില്ല. റോഡിന്റെ സമീപത്ത് നിന്നിരുന്ന പരസ്യ ബോർഡിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാഴക്കുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2770 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 159 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 150 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പ പാറമട പ്രദേശം ആറന്മുള സമരസമിതി ചെയർമാൻ P. പ്രസാദ് സന്ദർശിച്ചു. ഫെബ്രുവരി 10 ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് അവലോകനം നടന്നു. നവംബർ 1 തീയതി ആരംഭിച്ച 469 ദിവസം നീണ്ടു നിൽക്കുന്ന മാറിക സെന്റ് ആന്റണീസ് പുത്തൻപള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 12 സമാപിക്കുന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 1ാമത് വാർഷിക പൊതുയോഗം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.